ഹലോ, ഞാൻ ലിബില്ലി. അപ്പൊ ഞാൻ ഇപ്പോഴല്ല, ഞാൻ 2 ദിവസമായി കണ്ടിട്ട്. അതായത് ബീന ജോർജ് മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോ കേസ് പിള്ളേര് മുദ്രാക്കി വിളിച്ച് പുള്ളിക്കാരത്തിന്റെ കഴുത്തൊക്കെ ഉളുക്കിയ സംഭവമില്ലേ. അപ്പൊ അതിന്റെ ഒരു ട്രോൾ വീഡിയോ കണ്ടതാണ്. അത് മല്ലു ട്രോൾസ് അങ്ങനെ പറഞ്ഞ കണ്ട ഒരു ട്രോളാണ് ഇറക്കിയത്. പക്ഷെ ഇവര് ഇത്രയും ഇത് ഇറക്കി സംഭവം ഇറക്കുമ്പോണ്ടല്ല, ആ ട്രോളിന്റെ കണ്ടന്റ് വന്നത്, അതായത് ഓരോരോ സിനിമകളുടെ ഓരോരോ ഭാഗങ്ങള് ആ കറക്റ്റ് സിറ്റുവേഷനിൽ ചെയ്ത് ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും അതിനൊക്കെ ഒരു കയ്യടി കൊടുക്കണം എന്തായാലും. കാരണം ഇത്രയും നല്ലൊരു, അതായത് ഒട്ടും ലാഗ് അടിപ്പിക്കാണ്ട് മടുപ്പിക്കാണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും നിങ്ങളത് കണ്ടു നോക്കി. ഞാൻ പറഞ്ഞില്ല, മല്ലു ട്രോൾസ് അതാണ്. മന്ത്രിയുടെ കഴുത്തിന് KSU ആക്രമണത്തിൽ പരിക്കേറ്റു. ഇന്നലെ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ RPF വിശദമായി പരിശോധിച്ചപ്പോൾ അതിൽ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ദൃശ്യവും ലഭിച്ചിട്ടില്ല. സംഭവം പൊളിഞ്ഞായിരുന്നു. കഥ ആദ്യത്തെ ട്രോൾ തന്നെ. പിണറായിനെ പോകാൻ വിളിക്കുന്നത്. എന്റെ പൊന്നോ, കൃത്യമായിട്ടത് നീ വെച്ചേ. സീൻ 1 ഒന്നാം പ്ലാറ്റ്ഫോം മന്ത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കാറിൽ നിന്ന് മന്ത്രി പുറത്തിറങ്ങുന്നു. എല്ലാവരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരും. ജീവൻ കളഞ്ഞു നിങ്ങളെ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം. KSU മണ്ഡലം പ്രസിഡന്റല്ലോ, മന്ത്രി. അതെന്തോട്ടെ. കാരണം എന്തായാലും ആ സിറ്റുവേഷനായിട്ട് കറക്റ്റ് ഇതല്ലേ. പ്രതിഷേധവുമായി എത്തുമ്പോൾ പോലീസ് തടയുമ്പോൾ ആ പോലീസുകാരോടും സംസാരിക്കുന്നുണ്ട്. ഒപ്പം KSU പ്രവർത്തകരോട് കയർക്കുകയും ക്ഷോഭിക്കുകയും മുന്നോട്ടായുകയും ചെയ്യുന്നുണ്ട്. ഇത് കറക്റ്റ് ആയി പോയില്ലത്. ഈ ഡയലോഗ് കറക്റ്റ് ആയി പോയില്ല. അത് കമ്മി പറയുന്ന ഡയലോഗ് വീണ ജോർജിന്റെ അടുത്ത്. എവിടെ നിന്ന് കിട്ടണുണ്ട് ഈ ടൈമിംഗ് ഒക്കെ. സീൻ 3 ഒന്നാം പ്ലാറ്റ്ഫോം തന്നെയാണ്. മന്ത്രി പ്രതിഷേധക്കാരോട് തട്ടിക്കയറുന്നുണ്ട്. പോലീസ് മന്ത്രിയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം നേരിട്ട്, അതായത് KSUക്കാരോട് നേരിട്ട് സംസാരിക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ട് മന്ത്രി. അതാണ് നമ്മൾ സീൻ 3 നമ്മൾ കാണുന്നത്. നിനക്കൊന്നും പറ്റിയില്ലേ? ഇല്ല, ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. നീയോ? അല്ല, അവൻ. സീൻ 4 അതൊക്കെ കിട്ടുന്നല്ലേ സംഭവം. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഒന്നാം പ്ലാറ്റ്ഫോമിലാണ് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കാൻ പോലീസ് അവിടെ ശ്രമിക്കുന്നുണ്ട്. കാരണം മാധ്യമ പ്രവർത്തനം ഉണ്ടായ എല്ലാരും പൊളിയില്ലേ, അത് അപ്പൊ തന്നെ പൊളിയില്ല. അത് കാരണം ഒഴിവാക്കി. എന്തായാലും അവർക്ക് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്തു, കാണിക്കാനുള്ളതൊക്കെ കാണിക്കുകയും ചെയ്തു. മന്ത്രിയും പറയുന്നുണ്ട് ഇവിടെ നിന്ന് പോണം എന്ന് മാധ്യമപ്രവർത്തകരോട് അവർ ആവശ്യപ്പെടുന്നു. സീൻ 4 കണ്ടാ, ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ചിരിച്ച് കളിച്ചാണ് മന്ത്രി അവിടെ നിൽക്കുന്നത്. എന്നിട്ട് മാധ്യമപ്രവർത്തകരോട് പോകാൻ മന്ത്രി പറയുമ്പോഴൊക്കെ മന്ത്രിക്ക് അങ്ങനെ ഒരു പരിക്ക് പറ്റിയതായി നമുക്ക് അവരുടെ മുഖഭാവങ്ങളിൽ നിന്നോ അവരുടെ മാനേഴ്സിൽ നിന്നോ കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയൊക്കെ വഴിയില്ല. നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ, നിന്നെ മടക്കി ഒടിച്ച് ചുരുട്ടി കൂട്ടും ഞാൻ. ആ സമയം എന്തെങ്കിലും ഒരു പരിക്ക് അവർക്ക് പറ്റിയതായി അറിയുന്നുമില്ല. പക്ഷെ സീൻ 5 വരുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ച് മന്ത്രി 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തിന്റെ കുഞ്ഞാണോ ഇത്? എന്റെ പൊന്നോ, ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം പോലീസുകാരോട് സംസാരിച്ച് മാധ്യമപ്രവർത്തകരോട് മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ കൂളായി മന്ത്രി പോകുന്നു. ആ സമയമൊന്നും മന്ത്രിക്ക് ഒരു പരിക്ക് പറ്റിയതായി ദൃശ്യങ്ങൾ എവിടെയും അവരുടെ മുഖഭാവങ്ങളിലൊന്നും കാണുന്നില്ല. എന്നാ പിന്നെ ഞാൻ സീൻ 6 എന്റെ കേട്ടോ. ആ ഓരോ സിറ്റുവേഷനിൽ ആ ട്രോള് വന്നതാണ്. ആ ഓരോരോ പടത്തിലെ മാനാർമത്തേന്ന് അണ്ണൻ മറ്റു ചേർത്തിട്ട് കഴുത്തുവേദന തുടങ്ങി. ഇവിടെ നിൽക്കണ ആളാണ് ഇത് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത്. പടുവേദന അഭിനയിച്ചാൻ പറഞ്ഞു. 3ാം പ്ലാറ്റ്ഫോമിൽ അവരിയ്ക്കുകയാണ്. ട്രെയിൻ വരാൻ കാത്തിരിക്കുന്നതിനിടയിലാണ് അവർക്ക് വേദന അനുഭവപ്പെടുന്നത്. തലയുടെ ഈ സൈഡിലായി അതെ, ഈ പുള്ളിയുടെ പേര് ഷംസുദ്ദീൻ, അങ്ങനെ കണ്ടല്ലേ, ഷംസുദ്ദീനോ അങ്ങനെ കണ്ടല്ലേ സ്പീക്കർ. പുള്ളിക്കാരെ അഭിനയിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരത്തി നല്ലോണം അഭിനയിച്ചു. ഇതേ iPhone 70 Pro അതിലൊക്കെയാണ് മന്ത്രിനെ വിളിക്കണേ. അപ്പൊ പിണറായിനെ വിളിക്കുന്നത് അതിലായിരുന്നു. അപ്പൊ പിണറായി പറഞ്ഞോ അന്ന വേദന അഭിനയിച്ചോളാം. ഉണ്ട് ആവശ്യത അനുഭവപ്പെട്ടവർ മന്ത്രി ബെഞ്ചിലിരിക്കുന്നു. അത് നീ നാടൻ കളിച്ച് ഞങ്ങളെ ചലിച്ചല്ലടാ. എടാ ജോയി, എന്തോ
എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ട് ബുദ്ധി? മന്ത്രി ബെഞ്ചിലിരിക്കുന്നു, മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ മൂന്നാം പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഷാജി കേട്ടാ ഇവിടെ ഇനി സീൻ 7 ആശുപത്രിയിലാണ്. മന്ത്രിയെ ജില്ലാ ആശുപത്രിയിൽ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണണ്ട, വെട്ടിയിട്ട വാഴത്തണ്ട്. എന്താ അല്ലേ, ICU-വിലേക്കാണ് വേഗത്തിൽ മാറ്റുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് വേദന. ICU, കറക്റ്റ് ICU. അല്ല, ആദ്യം ഹോസ്പിറ്റലിൽ വരുമ്പോ അത് ആദ്യം അതിനെ കുറിച്ച് ഞാൻ പറയില്ല. എന്തെങ്കിലും അവിടെ തലയുടെ സൈഡിൽ അവരെ അവരുടെ പാടെ ഉണ്ടെന്ന് അവർ CM-നോട് പറയുന്നു. വേഗത്തിൽ തന്നെ അറേഞ്ച്മെന്റ്സ് ഒരുക്കാൻ CM ആവശ്യപ്പെടുന്നു. ആശുപത്രിയിൽ അടക്കം നിർദ്ദേശം. CM വിളിച്ച ആശുപത്രിക്കാരുടെ പറഞ്ഞു. പിന്നെന്താ, അതായത് വലിയ മന്ത്രിയല്ലേ, പുള്ളി വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അത്ര തന്നെ എത്തുന്നു. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം. നമുക്കറിയാം, ഇത് മുമ്പത്തെ കാലമല്ല. ഈ മുഖ്യധാരാ ചാനലുകളുടെ അടക്കം, പാർട്ടി നിയന്ത്രിക്കുന്ന ചാനലുകളുടെ അടക്കമുള്ള ക്യാമറകൾ ചുറ്റുമുണ്ട്. CCTV-യുടെ നിരീക്ഷണത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ. അതാണ് ഇവര് ഓർക്കാണ്ട് പോയത്. കാരണം മീഡിയക്കാർ മൊത്തം ഉണ്ടായിരുന്നു. അതാണ് ഓർക്കാണ്ട് പോയത്. അതായത് ഏഷ്യൻ എല്ലാ വാർത്താ ചാനലും ഉണ്ടാവല്ലോ. ഈ കണ്ട ഈ ഉടായ്പ് ചാനലുകാരില്ല, മറ്റേ ന്യൂസ് ചാനലുകൾ എല്ലാവരും ഉണ്ടാവുമല്ലോ. അതാണ് അവിടെ അത്രയും ക്യാമറയുടെ മുമ്പിൽ ഈ പുള്ളിക്കാരത്തി ഈ നാടകം കളിച്ചപ്പോ ഓർക്കേണ്ടതൊക്കെ പോലെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും. പക്ഷെ അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും ലഭിച്ചില്ല. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. എന്റെ ദൈവം, ഇത് കിഡിലും ഡയലോഗ് അല്ല ഇതൊക്കെ. മന്ത്രി വീണ ജോർജിന്റെ പരിക്ക് ഗുരുതരമെന്ന് മെഡിക്കൽ ബോർഡ്. എഴുത്തിന് ക്ഷതമുണ്ട്. നിലവിൽ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയല്ല എന്നാണ് മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഭാഗത്തെ നെർവിന് ചെറിയ രീതിയിലുള്ള ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഞരമ്പിന് ക്ഷതം സംഭവിച്ചു. അതിനും മാത്രം എന്തിട്ട് KC പിള്ളേര് വിളിച്ചു രണ്ട് മുദ്രാക്കി വിളിച്ച. അതുകൊണ്ട് തന്നെ കാര്യമായ നീർവീക്കം ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് അല്പം ഈ പറയുന്ന മെഡിസിന്റെ ഒക്കെ ഭാഗമായിട്ട് അത് അല്പം കുറവ് വന്നിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായി ഭേദമായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? മിണ്ടാതിരുന്ന് സഹിക്കുന്നത് എന്തിനാണ് ഈ തള്ളയെ? ഈ തള്ളിന് തള്ള വില കൊടുക്കേണ്ടി വരും, വലിയ വില. എന്താ അല്ലേ, ഈ ട്രോള് ഉണ്ടാക്കിയവൻ എന്തായാലും നല്ല തലയും കാര്യങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് അവൻ ചെയ്യോ? ഇല്ല, ചെയ്യേണ്ടതല്ല. എന്തായാലും രസമായിട്ടുണ്ട്, കൊള്ളാം, കിട്ടില്ല സംഭവം. എന്തായാലും ഇനിയും വെക്കാം, എവിടെ നിങ്ങളൊക്കെ കിട്ടുമ്പോ നമുക്ക് നോക്കാം. അതിന് ഇനി കമ്മികൾ തന്നെ ഒന്ന് മുൻകൈ എടുത്ത് എന്തെങ്കിലും ഒരു സന്ദർഭം ഒരുക്കി തരണം. എന്നാലേ ഇതേപോലെയൊക്കെ പിള്ളേര് ട്രോൾ ഉണ്ടാക്കുള്ളൂ. എന്തായാലും രസമായിട്ടുണ്ട് സംഭവം. ആ ട്രോള് നല്ല രസമായിട്ടുണ്ട്. ഞാൻ അതൊന്ന് കാണിക്കുമെന്ന് വിചാരിച്ചു, അത്ര തന്നെ. വേറൊന്നുമില്ല. ശരി.